അങ്ങനെ ഞങ്ങൾ മൈസൂർ ട്രിപ്പിൻ്റെ സെക്കൻഡ് ഡേയിൽ ഞങ്ങൾ രാവിലെ ഒരു 8 സമയത്താണ് ഇറങ്ങിയത്. എല്ലാം റെഡിയായി ഇറങ്ങിയത് കേട്ടോ. സാധനമൊക്കെ ഞങ്ങൾ റൂമിൽ തന്നെ വെച്ചിട്ട് ഞങ്ങൾ ഇറങ്ങി. എന്നിട്ട് ആദ്യം ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം, അതിന് വേണ്ടിയിട്ടാണ് പോണത്. അത് ഞങ്ങൾ മൈസൂർ ഇതിന് മുന്നേ വന്നപ്പോഴും കഴിച്ചിട്ടുള്ള ഒരു ഹോട്ടലിൽ നിന്ന്, നല്ലൊരു ഹോട്ടലിന് അവിടെ നിന്നാണ് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചത്. അത് കഴിഞ്ഞ് ഞങ്ങൾ ആ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി പോകുമ്പോഴുള്ള വ്യൂ ആണ് കേട്ടോ ഇത്. പാലസ്, റോഡ് സൈഡിൽ നിന്ന് പാലസിൻ്റെ വ്യൂ ആണ്. നല്ല ഭംഗിയാണ് കാണാനായിട്ട്. അപ്പോൾ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം, ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചതിന് ശേഷം 10 മണിയൊക്കെ ആകുമ്പോഴാണ് പാലസ് ഓപ്പൺ ആവുന്നത് വിസിറ്റേഴ്സിന് വേണ്ടിയിട്ട്, ടൂറിസ്റ്റിന് വേണ്ടിയിട്ട്. അങ്ങനെ ഞങ്ങൾ ടിക്കറ്റൊക്കെ എടുത്ത് അതിൻ്റെ ഉള്ളിൽ കയറി കഴിഞ്ഞ് കൊട്ടാരത്തിൻ്റെ ഉള്ളാണെന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ് കാണാനുള്ളത് തന്നെയാണ്. നല്ല ഭംഗിയാണ്. എല്ലാം ഇൻറ്റീരിയർ വർക്കിനോടും അല്ലെങ്കിൽ ഈ ആർക്കിടെക്ചറിനോടൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റ് ഉള്ളവർക്ക് ഭയങ്കര എക്സൈറ്റഡ് ആവും ഇത് കാണുമ്പോൾ. നല്ല ഭംഗിയുള്ള ആ ഒരു എലിഫൻറ്റിൻ്റെ ഹെഡൊക്കെ എന്ന് പറഞ്ഞാൽ ശരിക്കും റിയലാന്ന് തോന്നും നമുക്ക്. അതേപോലെ ഇങ്ങനത്തെ പില്ലേഴ്സ് അതൊക്കെ കണ്ട് ഞങ്ങൾ നേരെ ഉച്ചയാണ് ഇറങ്ങുമ്പോൾ ആ സമയത്ത് ലഞ്ച് കഴിച്ചിട്ട് കയറാമെന്ന് വിചാരിച്ചിട്ട് ലഞ്ച് കഴിക്കാൻ വേണ്ടി കയറിയപ്പോൾ ഭയങ്കര ബോറായിട്ടുള്ള ലഞ്ചേന് കേട്ടോ. നമ്മളെ നാട്ടിലെ പോലെ ഒന്നുമല്ല, ഭയങ്കര ബോറായിനി. ടിപ്പു സുൽത്താൻ്റെ സമ്മർ പാലസിൻ്റെ അടുത്തൊരു ഹോട്ടലിൽ നിന്നാണ് ഞങ്ങൾ ലഞ്ച് കഴിച്ചിട്ടുണ്ടായിരുന്നത്. ലഞ്ചൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ സമ്മർ പാലസിലേക്ക് ടിക്കറ്റൊക്കെ എടുത്ത് കയറി. അതും പറഞ്ഞ പോലെ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു പ്ലേസാണ്. വലിയൊരു സ്ഥലത്ത് സെൻട്രലായിട്ട് നല്ല 2 സൈഡിലും ലാൻഡ്സ്കേപ്പിംഗ് ഒക്കെ കൊടുത്തിട്ട് ഇങ്ങനെ ഒരു ചെറിയൊരു പാലസാണ്. നല്ല ഭംഗിയാണ് കാണാൻ. ഉള്ളൊക്കെ മ്യൂറൽ പെയിൻറ്റിങ്ങും അങ്ങനെ ഒരുപാട് വർക്കൊക്കെ, ചുറ്റുപാടൊക്കെ നല്ല ഒരുപാട് പ്ലേസ് ഉണ്ട്. നല്ല ഭംഗിയുണ്ട് കാണാൻ. അത് കഴിഞ്ഞ് ഞങ്ങൾ ടിപ്പു സുൽത്താൻ്റെ ദർഗയിലേക്കാണ് പോയത്. അവിടെ ചെന്ന് എല്ലാം ഒന്ന് സിയാറത്തൊക്കെ ചെയ്തതിന് ശേഷം ഞങ്ങൾ നേരെ പോയത് പയാന കാർ മ്യൂസിയത്തിലേക്കാണ്. സത്യം പറഞ്ഞാൽ ഞങ്ങൾ മൈസൂർ ഈ പ്രാവശ്യം വന്നത് ഈ ഒരു മ്യൂസിയം കംപ്ലീറ്റ് എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. എൻ്റെ ആയിഷുവിന് വണ്ടി എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര പാഷനാണ് ഓൾക്ക്. അപ്പോൾ ഒരു നിർബന്ധപ്രകാരമാണ് ഞങ്ങൾ ഈ ഒരു മ്യൂസിയത്തേക്ക് വന്നത്. ഞങ്ങൾക്ക് ഈ മ്യൂസിയത്തിനെ കുറിച്ച് വലിയ ഐഡിയ ഒന്നും ഉണ്ടായിട്ടില്ല. പക്ഷേ സത്യം പറഞ്ഞാൽ നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ. നമ്മളെ പല്ലക്ക് മുതൽ നല്ല പുതിയ മോഡൽ കാറ് വരെ ഇവിടെ ഉണ്ട്. പിന്നെ അതേപോലെ കുറച്ച് പഴയ കാര്യങ്ങളും, അതായത് ഇതിപ്പോൾ ഒരു സ്റ്റീൽ ക്യാമറയാണ്, പഴയകാല സ്റ്റീൽ ക്യാമറ, ഇത് മൂവിങ് ക്യാമറ, അങ്ങനെ കുറേ പഴയ കാലത്തുള്ള കുറേ കാര്യങ്ങളും കൂടി ഉണ്ടായിട്ടുണ്ട്. ഇത് കഴിഞ്ഞ് ഞങ്ങൾ പോയ സ്ഥലമാണ് ഏറ്റവും ബ്യൂട്ടിഫുൾ. അത് നെക്സ്റ്റ് വ്ളോഗ്.